പിന്നെ 3 പേരെ ചേർന്ന് ഗോതമ്പുണ്ട തിന്നേണ്ടി വരും. എനിക്ക് US പോകാൻ പറ്റില്ല. നിന്റെ കല്യാണം നടക്കില്ല. നിന്റെ ജോലിയെല്ലാം പോകും. അവള് പറഞ്ഞ കേക്കണ്ട, നീ അത് കോളി. ഹലോ അങ്കിൾ, ഒരു പ്രശ്നം പറ്റി. എല്ലാം പറഞ്ഞടി, ഞാൻ നോക്കിക്കോളാന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ശരി, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ആരായിരിക്കും? ആരാണത്? ഞാൻ നോക്കാം. അങ്കിളായിരിക്കുന്നാ തോന്നുന്നത്. Careful. അതിന് താങ്കൾ ആരാ? പോലീസ്. ഈശ്വര. എവിടെ അവൻ? ഇവരിങ്ങനെയല്ല അറിഞ്ഞത്. വീടൊക്കെ കൊള്ളാം. കാണുമല്ലോ. അയ്യോ, നമ്മൾ പെട്ടു. നമ്മൾ പോയല്ലേ.
ഇതാ മാഡം നടന്നത്. എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയട്ടെ. നിങ്ങളിൽ ഒരാൾ അവനെ ലവ് ചെയ്തിരുന്നു. വീട്ടുകാർ നല്ലൊരു സ്ഥലത്തു നിന്നും ചെറുക്കനെ കണ്ടെത്തി. കാശുള്ള വീട്ടിലെ ചെക്കനെ കണ്ടപ്പോൾ ഇവനെ കട്ട് ചെയ്തു വിടാൻ നോക്കി. പക്ഷെ ഇതറിഞ്ഞ് അവൻ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. 3 പേരും ചേർന്ന് ബാച്ചിലർ പാർട്ടി എന്നും പറഞ്ഞ് അവനെ വിളിച്ച് പ്ലാൻ ചെയ്ത് കൊന്നുകളഞ്ഞു. അങ്ങനെയല്ലേ? ഇല്ല മാഡം. ഇപ്പൊ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോ നല്ലവരെ പോലെ അഭിനയിച്ച് അവൻ നിങ്ങളെ മിസ്യൂസ് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പുതിയതായി കഥ മെനയുന്നു. അങ്ങനെയല്ലേ? അങ്ങനെയല്ല. അല്ല മാഡം. എന്തോന്നല്ല? മാഡം വിചാരിക്കുന്നതൊക്കെ തെറ്റാ മാഡം. ഞാൻ പറഞ്ഞതാണ് സത്യം മാഡം. ഞങ്ങള് വിശ്വസിക്കണം മാഡം. പ്ലീസ് മാഡം. മാഡം പറഞ്ഞത് സത്യമല്ല മാഡം. ഇവിടെ നടന്നത് എല്ലാം തന്നെ ഞങ്ങള് മാഡത്തോട് തുറന്ന് പറഞ്ഞു മാഡം. അതാണ് സത്യം മാഡം. പ്ലീസ് ഞങ്ങളെ വിശ്വസിക്കും മാഡം. പ്ലീസ് മാഡം, ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത് മാഡം. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ 3 പേരുടെയും കഥ ഇതിനോടകം കഴിഞ്ഞിരിക്കും. ഞാനിങ്ങനെ ഇരുന്ന് സംസാരിക്കില്ലായിരുന്നു. രമേഷ് പറഞ്ഞാ ഞാനിങ്ങോട്ട് വന്നത്. എനിക്കെല്ലാം അറിയാം. സോണാരാ? കല്യാണ പെണ്ണാരാ? ഞാനാണ് മാഡം. നിന്നെയാണോ മിസ്യൂസ് ചെയ്തത്? ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിരുന്നോ? ഈ കേസിൽ വേറെ ഏതെങ്കിലും പോലീസുകാരായിരുന്നു എന്താ ചെയ്യാന്നറിയോ? ഇതുപോലെ നടന്നിരിക്കുക. ഈ സമയത്ത് നിങ്ങളൊക്കെ അഴിയെണ്ണിക്കൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളുടെ നല്ല നേരം എന്ന് പറയാം. ഫോൺ എന്റെ കയ്യിലാ വന്നത്. ഇല്ലെങ്കിൽ അത്ര തന്നെ. ഓക്കെ റിലാക്സ് റിലാക്സ്. കണ്ണു തുടയ്ക്കുന്നേ. കരയല്ലേ. എല്ലാം നമുക്ക് നോക്കാം. രമേഷ് സംഭവിച്ചതൊക്കെ എന്നോട് പറഞ്ഞു. നിങ്ങളെ ഞാൻ രക്ഷിക്കാം. മനസ്സിലായോ? ഒന്ന് ചിരിക്കുന്നേ. അതുകൊണ്ടൊന്നും സംഭവിക്കില്ല. ഒരു പ്രശ്നമില്ലെന്നേ. അവൻ നിങ്ങളോട് മിസ്ബിഹേവ് ചെയ്യാൻ വന്നു. സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്തത്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാ. പക്ഷെ ഇതൊക്കെ ആവശ്യമായിരുന്നു എന്നൊന്ന് ആലോചിക്ക്. ആണുങ്ങൾക്ക് ഈക്വലായി നിങ്ങളും എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അതൊരു സേഫ് സോണിൽ നിന്നായിരിക്കണം. മുതിർന്നവരെ അറിയിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രത്തോളം ഒന്നും എത്തിച്ചേരില്ലായിരുന്നു. ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ റിലാക്സ് ആയിരിക്കെ. ഹലോ, ഞാൻ പറയുന്നത് നോട്ട് ചെയ്തേക്ക്. SRK ഗസ്റ്റ് ഹൗസിലെ ജോലിക്ക് നിൽക്കുന്ന ഒരാള് ആൽക്കഹോൾ കൺസംഷൻ ജാസ്തിയായി രാത്രി റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ താഴെ വെള്ളം വീണ് കിടക്കുന്നത് അറിയാതെ ആ ജോലിക്കാരൻ അതിൽ ചവിട്ടി വഴുക്കി വീണ് പിന്തല തറയിലിടിച്ച് സ്പോട്ട് ഔട്ടായി. ഇറ്റ്സ് എ പ്യൂർലി ആക്സിഡന്റ് ഡെത്ത്. ലൊക്കേഷൻ അയക്കാൻ വേഗം വന്നു ചേര്. നമ്മുടെ സൈഡിലുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്തേക്ക്. ടീമിനെ ഇൻഫോം ചെയ്തേക്ക്. ഓക്കെ? എനിവേ, ഹാപ്പി മാരീഡ് ലൈഫ്.